ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. തുടരും എന്ന് പറഞ്ഞ സിനിമയെ കുറിച്ചുള്ള റിയാക്ഷൻ വീഡിയോസ് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം പിന്നെ ഈ വീഡിയോക്ക് പ്രത്യേകത എന്താ വെച്ചാൽ, ഇത് ഞാനിപ്പോൾ ഇത് ചെയ്യുന്നവരെ ഇതാരും റിയാക്ട് ചെയ്യത്തില്ല. ഈ ഒരു വിവരം വേറെ ആരും അറിഞ്ഞിട്ടുമില്ല ഇതുവരെ എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം നമുക്ക് ഈ ഇൻ്റർവ്യൂസ് കാണുന്ന ശീലം ഭയങ്കര ഇഷ്ടമാണ്. എന്തെങ്കിലും ഒരു ഇൻ്റർവ്യൂ കണ്ടാൽ ആരതാണെങ്കിലും ഇൻ്റർവ്യൂസ് കാണാൻ ഇഷ്ടമായത് കൊണ്ടും ചില ഇൻ്റർവ്യൂവിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ നമുക്ക് ഇങ്ങനെ കിട്ടും. അങ്ങനെ ഒരു കിട്ടിയ വീഡിയോ ആണ്. പിന്നെ മാത്രമല്ല, ആ ഇൻ്റർവ്യൂവിൻ്റെ ഒരു കാര്യം പറയാനുള്ള നമുക്ക് ഓൾറെഡി ഇപ്പോൾ അറിയാം, ഇനി യൂട്യൂബിൽ എന്ത് വീഡിയോസിനും ലാലേട്ടൻ്റെ ഒരു തമ്പനയിലോ ഒരു ടാഗോ നിർബന്ധം പോലെയാണ്. കാരണം നന്നാലും ആൾക്കാർ പോയി കാണുള്ളൂ. സോ അങ്ങനെ ഒരു എന്താ പറയുക, ഒരാളെ ഒരു ഇൻ്റർവ്യൂ കണ്ടപ്പോൾ അത് പോയി കണ്ടപ്പം അതിൽ നമ്മുടെ തുടരുന്ന് പറഞ്ഞ സിനിമയെക്കുറിച്ചുള്ള വലിയൊരു പ്രതീക്ഷ, ഒരു എന്താ പറയുക, ഭയങ്കര ഒരു ന്യൂസ്, നമുക്ക് പ്രതീക്ഷ തരുന്ന ഒരു കാര്യം കേട്ടപ്പം അത് നിങ്ങളായിട്ട് ഉടനെ തന്നെ എപ്പോൾ കേട്ടിട്ടുള്ളത് അതപ്പം തന്നെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വെച്ചാണ് ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം തുടർന്ന് പറഞ്ഞ സിനിമ വളരെ സ്പെഷ്യലാണ്. കാരണം ഒന്ന്, ലാലേട്ടൻ്റെ സിനിമ നമുക്ക് സ്പെഷ്യലാണ്. പക്ഷേ എല്ലാ ലാലേട്ടൻ സിനിമകളും വിജയമല്ല, നമുക്ക് ഇഷ്ടപ്പെടുന്നത് പോലും അല്ല. എല്ലാ ആക്ടേഴ്സിനും അങ്ങനെയാണ്, ഇപ്പോൾ അടുത്ത് എസ്പെഷ്യലി. അപ്പം ലാലേട്ടൻ്റെ സിനിമ നമുക്ക് സ്പെഷ്യലാവുന്നത് അദ്ദേഹത്തിൻ്റെ പുതിയ ഡയറക്ടേഴ്സായിട്ട് അദ്ദേഹം എന്താ പറയുക കൊളാബറേറ്റ് വർക്ക് ചെയ്യുമ്പോഴാണ്. അപ്പം തരുൺ മൂർത്തി എന്ന ഡയറക്ടർ നമുക്ക് 2 സിനിമ മുന്നേ ചെയ്തിട്ടുള്ളൂ. പക്ഷെ അത് 2 സിനിമ കൊണ്ട് തന്നെ ഭയങ്കരമായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട നാഷണൽ അവാർഡ് വരെ വാങ്ങിയ ഒരു നമുക്ക് ഭയങ്കര പ്രതീക്ഷയുള്ള ഒരു ഡയറക്ടർ, ഒരു യങ് ആയിട്ടുള്ള ഡയറക്ടറെ കൂടെ ലാലേട്ടൻ ജോയിൻ ചെയ്ത് ലാലേട്ടൻ്റെ ഒരു മൂവി വരുന്നുള്ളതാണ് തുടരുന്ന എന്ന സിനിമയെക്കുറിച്ചുള്ള നമുക്ക് ഏറ്റവും വലിയ പ്രതീക്ഷ. അപ്പം അതിൻ്റെ കൂടെ നമ്മൾ ഒരു പോസ്റ്റർ മാത്രം കണ്ട ഈ സിനിമയുടെ കുറേ വിശേഷങ്ങൾ നമ്മൾ റിവ്യൂവേഴ്സും എല്ലാവരും ഇരുന്നിട്ട്, അതായത് എയറിൽ ഇങ്ങനെ കുറേ ഇത് ഇങ്ങനത്തെ സിനിമയാണ്, അത് അങ്ങനെ സിനിമയാണ്, ഇതെന്താ പറയുക, നമ്മൾ പ്രതീക്ഷിക്കുന്നതല്ല, ഈ കാണുന്ന ഒന്നല്ല, ഇതിനപ്പുറമുള്ള സിനിമയാണെന്നൊക്കെ നമ്മൾ ഒരുപാട് ടോക്സ് നടക്കുന്നുണ്ട്. അതൊക്കെ അങ്ങനെ ഉണ്ടെങ്കിൽ അതിലും നമുക്കൊരു ഉറപ്പില്ലെങ്കിലും ഒരു കാര്യം നമുക്ക് ഭയങ്കരമായിട്ട് ഉറപ്പുണ്ട്. ഇതൊരു തരുൺ മൂർത്തി മോഹൻലാൽ സിനിമ ആയതുകൊണ്ട് ഒരു ഗംഭീര മൂവിയാണ്. തിരച്ചപുത്ര, അതായത് ഒരു നല്ല സിനിമകൾ മാത്രം എടുത്തൊരു പ്രൊഡക്ഷൻ. ഇതൊക്കെ കാണുമ്പോൾ നമുക്കൊരു ഗംഭീര, അതായത് ലാലേട്ടൻ അഭിനയ സാധ്യതകളുള്ള, അല്ലെങ്കിൽ ലാലേട്ടൻ്റെ നമുക്ക് പഴയ ലാലേട്ടൻ തിരിച്ചു കിട്ടുന്നുള്ള സോക്കോൾ നമ്മൾ പറയുന്ന കാര്യം, അതൊക്കെ ഈ സിനിമയിൽ നമുക്ക് ഉറപ്പിക്കാവുന്ന ഏറെക്കുറെ ഉറപ്പിക്കാവുന്ന കാര്യമാണ്. നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താണ്, നമുക്ക് തീം, ആ സ്റ്റോറി, നല്ലൊരു ലാലേട്ടൻ ഒരു ടാക്സി ഡ്രൈവറായിട്ട് വരുന്നു, എന്തോ സർപ്രൈസ് എലമെന്റ്സും ഉണ്ട്. നമ്മൾ വേറൊരു ആരും ഇതിനെക്കുറിച്ച്, ഇതിന്റെ അണിയറ പ്രവർത്തകർ ആരും പറയാതെ നമ്മൾക്ക് അറിയുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഇതൊരു ഗംഭീര സിനിമയ്ക്ക് നല്ല പെർഫോമൻസ് ലാലേട്ടൻ ഉണ്ടാവും. എന്നാൽ ഇപ്പോൾ അതാ ഫൈസ് സിദ്ദിഖ്, സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ട് ഇന്നാണ് ഇദ്ദേഹത്തിന്റെ പേര് കേൾക്കുന്നത്. ഇദ്ദേഹം ഒരു സിനിമോട്ടോഗ്രാഫറാണ്. നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാൻ ചാൻസ് കുറവാണ് പലർക്കും. എന്നാൽ ഓപ്പറേഷൻ ജാവയുടെ സിനിമോട്ടോഗ്രാഫറാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു കണക്ഷൻ മനസ്സിലായി. ഓപ്പറേഷൻ ജാവ നമ്മുടെ തരുൺ മൂർത്തിയുടെ മൂവി. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ റീസെന്റ് 1000 ബേബീസ്, ഭയങ്കര അഭിപ്രായം നേടി പോകുന്ന 1000 ബേബീസിന്റെ സിനിമോട്ടോഗ്രാഫർ ഇദ്ദേഹമാണ്. മമ്മൂക്കയുടെ ക്രിസ്റ്റഫറിന്റെ സിനിമോട്ടോഗ്രാഫർ ഇതാണ്. അദ്ദേഹത്തിന് ഇന്റർവ്യൂ ആണ് ഇന്ന് ഇറങ്ങിയത്, യൂട്യൂബിൽ വന്നത്. അപ്പം അതിൽ അദ്ദേഹം പറഞ്ഞൊരു പോയിന്റ്, ഈ തുടരും സിനിമയെ കുറിച്ച് പറഞ്ഞൊരു പോയിന്റ്, അത് കേട്ടപ്പോൾ ഉണ്ടായ സന്തോഷം, അല്ലെങ്കിൽ നമ്മളെ പ്രതീക്ഷ വീണ്ടും ഉയർത്തിയ, നമുക്ക് സന്തോഷം തരുന്നൊരു വാർത്ത. അത് നമുക്ക് ആദ്യം വീഡിയോ ഒന്ന് കാണാം, എന്നിട്ട് നമുക്ക് അതിനെ കുറിച്ച് സംസാരിക്കാം. പടം ഇതിനകത്ത് പറഞ്ഞു ഇങ്ങനെ, എടാ നമ്മള് ലാലേട്ടൻ്റെ പടം, ഇത് ആക്ച്വലി ഞാൻ പറഞ്ഞത് ഇതൊരു കോൺഫിഡൻഷ്യൽ ആണോ എന്ന് ചോദിച്ചാൽ കോൺഫിഡൻഷ്യൽ അല്ല, ഇതൊരു റിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യമാണ്. കാരണം അതിനകത്ത് പറഞ്ഞു ഇങ്ങനെ, ലാലേട്ടൻ്റെ പടം നിന്നെ സെക്കൻഡ് ഓപ്ഷനായിട്ട് വെക്കുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്കൊരു കുഴപ്പമില്ല, തുടരും എനിക്ക് സെക്കൻഡ് ഓപ്ഷൻ. ഞാൻ പറഞ്ഞു എനിക്ക് കുഴപ്പമില്ല, എന്നെ മാനിച്ചു, അതാണ് എനിക്ക് പ്ലസ് പോയിന്റ് ആയിട്ട് വരുന്നത്. സെക്കൻഡറി ഞാനാണ്. ഫസ്റ്റ് അവർ വെച്ച് സന്തോഷ് ശിവൻ, ഷാജികുമാർ സാറാണ്. സെക്കൻഡറി എന്ന് ഞാൻ പറയുമ്പോൾ തന്നെ എൻ്റെ ലെവല് ഗ്രേഡഡ് അപ്പായി. ലൊക്കേഷനിൽ മൊത്തം ഇരുന്നു, ഞാൻ ലാലേട്ടനെ കാണുന്ന വെച്ച് പ്രതീക്ഷയും പോയി. അപ്പോൾ എനിക്ക് കാണുന്ന വെച്ച് വേറൊന്നുകൊണ്ടല്ല, നെക്സ്റ്റ് ടൈം എന്നെ കാണുമ്പോഴേക്കും ഇന്ന് DOP അല്ലേ, അടുത്ത പടത്തിലേക്ക് DP ആയി വെക്കാലോ എന്നുള്ള രീതിയിൽ വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ കാണാന്നുള്ളത് പ്ലാൻ ചെയ്തത്. അപ്പം അങ്ങനെ അദ്ദേഹത്തെ പോയി. അപ്പം മണിയമ്പ രാജേട്ടൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പം നിങ്ങൾ ഇതുവരെ പരിചയപ്പെട്ടില്ലേ എന്ന് വാന്ന് പറഞ്ഞിട്ട് അവർ എന്നെ വൈഫിനെ കൊണ്ട് പരിചയപ്പെടുത്തി. ഭയങ്കര നേരം ഒരു അരമണിക്കൂർ നേരം സംസാരിച്ചു. ഭയങ്കര ഹാപ്പി. അതൊരു ഓറ വേറെ തന്നെയാണ്. സോ 2 ലെജൻസിന്റെ കൂടെ. അപ്പം ഇനിയും ഒരു പറഞ്ഞു, ഇനി അത് കേട്ടിട്ട് ബാക്കി. അന്ന് ഞാൻ പെട്ടുപോയി. കാരണം വെച്ചാല് ഞാൻ പറഞ്ഞു, രാജേട്ടാ എനിക്കെന്താ വെച്ചാൽ ഞാൻ അന്ന് പോകാൻ വേണ്ടി നിന്നു. അപ്പം വൈഫ് എക്സ്ട്രോവേർട്ട് എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ എന്നാലും ഭയങ്കര എനർജറ്റിക്, എല്ലായിടത്തും നല്ല സംസാരം കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. അപ്പം അതിനടുത്ത് പറയണ നമ്മൾ അതിനാണ് വന്നത്, കണ്ടിട്ടേ പോകുന്നുള്ളൂ. ആ ഇതിൽ വൈഫ് പുഷ് ചെയ്തു. അപ്പം അങ്ങനെ ഇല്ലെങ്കിൽ ഞാൻ കാണില്ലായിരുന്നു. കാരണം എനിക്ക് പേടിയെന്നല്ല, ഞാൻ പറഞ്ഞില്ല, എനിക്ക്
ഈ പറയുന്ന ലാലേട്ടൻ എന്ന് പറയുന്ന അദ്ദേഹത്തോടുള്ള റെസ്പെക്റ്റ് ആയിരിക്കാം എന്നെ ബാക്ക് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ ദിവസവും വൈഫ് പറയണം നീ ഇങ്ങനെ എല്ലാം റെസ്പെക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിനക്ക് കിട്ടുന്ന വർക്കൊക്കെ പോകും. ഞാൻ പറയണത് എന്ത് ചെയ്യാനാണ്. ഞാൻ തരുണിൻ്റെ പടത്തിന് കുറച്ച് വിഷ്വൽസ് ഉണ്ട്. അപ്പോൾ എനിക്ക് ഭ്രമരത്തിലെ ലാലേട്ടനായിട്ട് ഫീൽ ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞു ലാലേട്ടാ ഭ്രമരത്തിൽ എനിക്ക് എന്ത് കിട്ടിയോ അതെനിക്കിതിൽ ഫീൽ ചെയ്തു ഭയങ്കര. ഞാൻ കുറച്ച് വിഷ്വൽസ് കണ്ടു. എനിക്ക് തുടരും ഭയങ്കരമായിട്ട് നമുക്ക് ലാലേട്ടനെ ആ ഒരു നമുക്ക് ഫാമിലി മാനായിട്ടുള്ള ലാലേട്ടനാണ് ഇപ്പോൾ ഭയങ്കരമായിട്ട് നമുക്ക് തിരിച്ചു വന്ന ഒരുപാട് പടങ്ങൾ അതിൽ ഭയങ്കര ഞെട്ടിച്ച് കളഞ്ഞു. ഇമോഷൻ വൈസ് മൂപ്പറുടെ എക്സ്പ്രഷനൊക്കെ ലാലേട്ട ആ ഒരു ഭ്രമണത്തിൽ എന്താണ് നമുക്ക് കിട്ടിയത് ആ ഒരു ഫീല് തുടരിലും കിട്ടി എനിക്ക്. ആ ഒരു വിഷ്വൽസ് കുറച്ച് കണ്ടപ്പോൾ ഇത് നിങ്ങളടുത്ത പ്രൊമോഷനായിട്ട് ഇല്ല ലൈക്ക് ആദ്യത്തെ പോസ്റ്റർ ഇറങ്ങുമ്പോൾ തന്നെ ആ ഇമോഷൻ ഭയങ്കരമായിട്ട് തരുൺ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. ഭയങ്കര മണിബിൾ ആച്ചിട്ട് നന്നായി ചെയ്തിട്ടുണ്ട്. നല്ല രസമുള്ള ഒരു ഇത് സത്യത്തില് ഇനി സത്യം പറഞ്ഞാൽ എന്താ പറയാ നമ്മള് ഇദ്ദേഹം ലാലേട്ടനെ മീറ്റ് ചെയ്ത കാര്യങ്ങളും ആ തുടരും പറഞ്ഞ ലൊക്കേഷനിൽ ലാലേട്ടനെ കണ്ട കാര്യങ്ങളൊക്കെ പറയണേ അതിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. അദ്ദേഹം അതിന്റെ കുറച്ച് വിഷ്വൽസ് കണ്ടിട്ട് എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് എന്താ വെച്ചാൽ അദ്ദേഹം റിലേറ്റ് ചെയ്ത അല്ലെങ്കിൽ പറഞ്ഞ സിനിമ ലാലേട്ടന്റെ ഭ്രമരം എന്ന് പറഞ്ഞ സിനിമ ആയിട്ടാണ് അദ്ദേഹം ഇതിലെ പെർഫോമൻസ് കമ്പയർ ചെയ്തത്. വേറെ ആരല്ല, ഒരു ഗംഭീര സിനിമോട്ടോഗ്രാഫറാണ് അത് പറയുന്നത്. ഇത് നമ്മളെ മുന്നേ പലരും പല തള്ളും തള്ളിയ പോലെ ഒന്നും അല്ല ഞാനിതിനെ കരുതുന്നത്. കാരണം ഈ സിനിമ നമ്മൾക്ക് പല ഭയങ്കരമായിട്ട് പ്രതീക്ഷ ഉണ്ട്. സബ്ജക്റ്റൊക്കെ എന്തും നമ്മളെ സർപ്രൈസിങ് ആയുള്ള എലമെന്റും അതൊന്നുമല്ല. ഇതിലെ പെർഫോമൻസ് തരുൺമൂർത്തി ലാലേട്ടനെ കൊണ്ട് ചെയ്യിക്കാൻ പോകുന്നത് ആ നാച്ചുറൽ ലാലേട്ടൻ്റെ നമ്മൾ കുറേ കാലമായിട്ട് കാണാത്ത ആ പെർഫോമൻസ് അത് കാണുമെന്നുള്ളതാണ് എനിക്ക് ഈ സിനിമയെ കുറിച്ചിട്ട് ഈ സിനിമ കാണാൻ പോകുന്ന ഏറ്റവും വലിയ എക്സൈറ്റ്മെന്റ്. അപ്പോൾ അതിൽ നമ്മൾ അത് ഭയങ്കരമായിട്ട് പ്രതീക്ഷ ഉയർത്തുന്ന ഒരു സംഭവമാണ് ഇപ്പം ഈ ഫൈസ് സിദ്ദിഖ് എന്ന് പറഞ്ഞ ഈ സിനിമോട്ടോഗ്രാഫർ പറഞ്ഞത്. കാരണം അദ്ദേഹത്തിനെ കണ്ടപ്പം ഭ്രമരം എന്ന സിനിമയിലെ പെർഫോമൻസ് ആണ്. കാരണം എനിക്ക് ആ ഭ്രമരത്തിനോട് ഉപയോഗിക്കുന്നത് കാരണം ഈ റീസെൻ്റ്ലി കുറച്ച് കാലങ്ങളിൽ മുമ്പ് നമ്മൾ ആ ലാലേട്ടനൊക്കെ എന്താ പറയാ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്ന ലാലേട്ടൻ. ഭ്രമരത്തിലെ പെർഫോമൻസ് എന്നൊക്കെ പറഞ്ഞാൽ അവിടെ വേറെ ഏതോ റേഞ്ചിൽ നമ്മൾ കൊണ്ടുവച്ചത് ഇതിലെ പെർഫോമൻസ് ആയിട്ട് തുടർന്ന് സിനിമയുടെ കുറച്ച് സീന് കണ്ടപ്പോൾ ഇദ്ദേഹം ഉപമിക്കുമ്പോൾ അത് ഭയങ്കര സന്തോഷവും ഭയങ്കര പ്രതീക്ഷയും തരുന്ന ആശ്വാസം തരുന്ന ഒരു സംഭവമാണ്. അപ്പം എന്തായാലും നമുക്ക് കണ്ട് പഴയ ലാലേട്ടൻ തിരിച്ചിട്ട് ഏറ്റവും പറയാൻ ഒരു വാല്യൂ ഇല്ലാത്ത ഒരു വേർഡാണ്. എന്നാൽ പോലും ഭ്രമരം എന്നുള്ള സിനിമയായിട്ട് ഇതിനെ കമ്പയർ ചെയ്ത് പറഞ്ഞുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം എന്തൊക്കെയോ. കാരണം നമ്മൾ കാണാൻ പോകുന്നത് വലിയ സംഭവം തന്നെയാണ് തുടർന്ന് പറഞ്ഞ സിനിമ. എത്രയോ കാലമായിട്ട് മിസ് ചെയ്ത നേര് നിറ സിനിമയിൽ ഒരൊറ്റ ഒരു ചെറിയ 1-2 ഡയലോഗ് കൊണ്ട് നമുക്ക് കിട്ടി നമുക്ക് തികയാതെ പോയ ആ ഒരു പെർഫോമൻസ് ഉണ്ട് ലാലേട്ടൻ എന്ന് പറഞ്ഞ ആ അത്ഭുതത്തിന്റെ. അത് ഈ തുടർന്ന് പറഞ്ഞ സിനിമയിൽ നമുക്ക് കാണാൻ പറ്റും എന്നുള്ള ഒരു പൂർണ്ണ ഉറപ്പും വിശ്വാസവും എനിക്കുണ്ട്. എന്താ നിങ്ങളുടെ അഭിപ്രായം എന്ന് നിങ്ങൾ കമന്റിൽ പറയാം. എന്തായാലും അടുത്തൊരു വീണ്ടും കാണാം. ബൈ.